1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ, കഷ്ടപ്പാടുകളോ ശരീരത്തിന് വേദനയോ ബുദ്ധിമുട്ടോ വാദസംബന്ധമായ രോഗങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ്. തക്കതായിട്ടുള്ള ഒരു ചികിത്സ നിങ്ങൾക്ക് ലഭിക്കും ഈ മാസം. അതുപോലെ തന്നെ പല വഴികളിൽ കൂടി ശ്രമിച്ചാൽ ധനലാഭം ഉണ്ടാക്കുന്നതിന് ഒരു സാധ്യതയുള്ള ഒരു മാസമാണ്. വീട്ടിലെ കുടുംബാംഗങ്ങളോടും മറ്റുള്ള ആൾക്കാരോടുമുള്ള ഒരു ദേഷ്യം, കോപം എല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ചിലർക്ക് ഉണ്ടെങ്കിലും, ധനവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അത് അനുഭവിക്കാൻ ഇല്ലാത്ത ഒരു യോഗം അവർക്ക് ഉള്ളതിനാൽ ഇത്രയും കാലം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ആ ബുദ്ധിമുട്ടെല്ലാം അവർക്ക് പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ചില ആൾക്കാരിൽ നിന്നുള്ള, ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ കുറഞ്ഞു കിട്ടുന്നു. അത് ശരീരത്തിനുള്ള ഏതെങ്കിലും രീതിയിൽ ശരീരത്തിന് ബലക്കുറവുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. അത് ഈ സമയം ചികിത്സ ചെയ്യാൻ നല്ലൊരു മാസം കൂടിയാണ്. അതുപോലെ വ്യക്തിപരമായി എന്തെങ്കിലും പേര് ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതായത് വസ്തുക്കളിൽ നിന്നും ജന്തുക്കളിൽ നിന്നുള്ള വിഷങ്ങൾ ഏറ്റിട്ട് അതുമൂലമുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ചിലർക്ക് പാമ്പൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകാം, അതെല്ലാം മാറിക്കിട്ടുന്നു. ഈ പാഴ്ചെലവുകൾ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തില് ത്വക്കിന് എന്തെങ്കിലും തരത്തിൽ ഇപ്പം ഒരു രോഗങ്ങൾ വന്നിട്ടുണ്ട്, അതിന് മുഖത്തും കയ്യിലൊക്കെ പാടുകൾ ഉണ്ടെങ്കിൽ അതിനും ചികിത്സ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും മാറിക്കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ഉറക്കം ഇല്ലാത്ത ഒരു അവസ്ഥ വരാം. അത് ഗുളികകളൊക്കെ കഴിച്ചാലും, ഉറക്കത്തിനുള്ള ഗുളികകൾ കഴിച്ചാലും ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരാം. കുറച്ച് സമയം 2-3 മണിക്കൂറേ ഉറങ്ങാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് തക്കതായ ഒരു ഡോക്ടറെ സമീപിച്ച് അത് മാറ്റേണ്ടതാണ്. പ്രതീക്ഷിച്ചിരുന്ന സമ്മാനങ്ങൾ ചിലപ്പം ലഭിക്കാണ്ട് വരാം. അതുപോലെ ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം മൂലം, മുമ്പ് ഉണ്ടായിരുന്ന സംസർഗം മൂലമുള്ള കഷ്ടപ്പാടുകൾ, എന്തെങ്കിലും കേസ് വഴക്കുകളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നു. അതുപോലെ ദമ്പതിമാർ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം, കലഹമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കൂട്ടു ബിസിനസ്സിൽ, അതായത് പങ്ക് കച്ചവടത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചില്ല, നിങ്ങളുടെ പങ്കാളിയെ മാത്രമാണ് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ വഴിക്ക് വേറെ പോയാൽ ഈ ബിസിനസ് നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. വൻ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നിശ്ചയിച്ച വിവാഹം കുറച്ച് ദിവസം, അതായത് ചിങ്ങമാസത്തിലൊക്കെ നിശ്ചയിച്ച വിവാഹമാണെങ്കിൽ ചിലപ്പോൾ മാറ്റിവെക്കാൻ ഒരു സാധ്യത അപൂർവം ചിലർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപമാനം ഉണ്ടാകുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഈ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഗുണകരമായ പല കാര്യങ്ങളും നടക്കാം. ചെറിയ അസുഖങ്ങൾ വരാം, എന്നാലും വലിയ പ്രയാസങ്ങളായിട്ടൊന്നും കാണുന്നില്ല. അതുപോലെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ഈ സമയം ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ചില കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ മുതിർന്നവരുമായി ദാമ്പത്യത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുതിർന്ന കുടുംബാംഗത്തിന്റെ വിയോഗം ഈ സമയം ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഉന്നത നിലവാരമുള്ള വിദ്യാലയത്തിൽ പഠിക്കുന്നതിന് ചില കുട്ടികൾക്ക് ഭാഗ്യം കാണുന്നു. സമ്പത്തും മറ്റു വസ്തുക്കളും ലഭ്യമാകുന്നതായും കാണുന്നുണ്ട്. കുടുംബത്തിന് ആയുധങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുടെ ഇടയിൽ ചില രോഗങ്ങൾ പലർക്കും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഈ സമയം കുടുംബാംഗങ്ങൾ മറ്റുള്ളവരുമായി ഒരു വാക്കിനോ വഴക്കിനോ തർക്കത്തിനോ ഒന്നും നിങ്ങൾ പോകരുത്. അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചിലർ കുടുംബസമേതം പോകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ ആദ്യം ചില തടസ്സങ്ങൾ വരാം, എങ്കിലും പിന്നീട് അതെല്ലാം ശരിയാകുന്നതായിട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മികച്ച തൊഴിൽ ലഭ്യമാകും. കൃഷിയിലേക്ക് ശ്രദ്ധ തിരിയുന്നവർക്ക്, അതായത് തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകാനും ലാഭം കൊയ്യാനും സാധിക്കുന്നു. ചിലർക്ക് ചില രോഗങ്ങൾ വരാമെങ്കിലും, അതായത് വാദം പോലുള്ള വരാമെങ്കിലും അതൊക്കെ ചികിത്സ ലഭിക്കുന്നതിനാൽ മാറിക്കിട്ടുന്നു.
വിവാഹത്തിനും വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നുണ്ട്. ശത്രുക്കളും അസൂയാലുക്കളും ചെറിയ രീതിയിൽ ശല്യം ചെയ്യാം. ചില പരിഹാര പൂജകൾ ഈ സമയം ചെയ്യുന്നത് നല്ലതാണ്. അതായത് ശത്രു സംഹാര പൂജകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ധനം സമ്പാദിക്കുന്നതിന് മന്ദത വരുന്നതിന് ഒരു സാധ്യത അപൂർവം ചിലർക്ക് കാണുന്നുണ്ട്. എങ്കിലും ഒരു സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത ലോൺ ഏതിനും എന്തിനും EMI വ്യവസ്ഥയിലോ അല്ലാതെയോ ലോൺ എടുത്ത് നിങ്ങൾ പോകുന്നത് ശീലം ഒഴിവാക്കുന്നത് ഈ സമയം നല്ലതാണ്. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുരുസ്ഥാനീയരിൽ നിന്നും പലവിധ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അതായത് സൗഹൃദങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു. പൊതുവെ മെച്ചപ്പെട്ട ഒരു കാലമാണ്. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായി പോകുന്ന ഒരു കാലമാണ്. വാഹനം, വീട് എന്നിവ വാങ്ങുന്നതിന് യോഗമുണ്ട് ഈ സമയം. ശരീരത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ നിങ്ങൾക്ക് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നതിനോ നിങ്ങൾക്ക് സാധിക്കുന്നു. ചിലർ പ്രത്യേക സാങ്കേതിക ഉയർന്ന വിദ്യാഭ്യാസത്തിൽ വിദ്യ നേടുന്നതിനും വളരെ അവർക്ക് ഗുണമുള്ള തൊഴിലിൽ പ്രവേശിക്കുന്നതിനും ചിലർക്ക് ഭാഗ്യം ലഭിക്കുന്നു. പല രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഗവേഷണ രംഗത്തുള്ളവർക്ക് ധാരാളം മെച്ചങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നു. സർക്കാരിൽ നിന്നും ഇവർക്ക് ഗ്രാന്റ് പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ചിലർക്ക് അശ്രദ്ധ കാണിച്ച തൊഴിലിൽ വളരെ മോശം രീതികൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് തൊഴിലാണ് ചെയ്യുന്നതെങ്കിലും, നിങ്ങൾ സംരംഭകനാണെങ്കിലും നിങ്ങൾ ശരിക്കും അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചില രോഗങ്ങൾ വരാം. ബുദ്ധിക്ക് നേർഗതി വരുന്നു. എല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ആയതിനാൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നതിനാൽ പരാജയം കുറവായി വരുന്നു. ഒരു വാഹനം സ്വന്തമാക്കാൻ ഇവിടെ സാധിക്കുന്നു. നിങ്ങളുടെ മോഷ്ടാക്കളെ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചതുവിലും വഞ്ചനയിലും പെടുത്തി നിങ്ങളെ ചിലർ തരം താഴ്ത്താൻ ശ്രമിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അശ്രദ്ധ കാണിച്ചവർക്ക് ഈ സമയം വളരെ പ്രയാസങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അല്ലാത്തവർക്ക് കുഴപ്പമില്ല. ഈ അശ്രദ്ധ കാണിച്ചവർക്ക് ധനനാശം, ദാരിദ്ര്യം എന്നിവ വരാൻ സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്നും അധിക ദോഷം അത് അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നു. കേസുകളിൽ ഇവർക്ക് വിജയം ലഭിക്കാം. ചില രോഗങ്ങൾ വന്നേക്കാം. ചിലർക്ക് വലിയ അളവിൽ ധനം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ചില അംഗീകാരങ്ങൾ ലഭിക്കാം. മികച്ച സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. അന്യദേശവാസം ചിലർക്ക് ഈ സമയം കാണുന്നുണ്ട്. ബന്ധുക്കളോട് വിരോധം വരാം. ചിലർക്ക് ഒന്നിനും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ വരുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ വിദ്യാഗുണം ഇവർക്ക് ലഭിക്കുന്നു. കഴിയുന്നതും ആരുമായും വഴക്കിനും തർക്കത്തിനൊന്നും ഈ കാലം യോജിച്ചതല്ല. 58 വയസ്സ് മുതൽ 78 വയസ്സും അതിന് മുകളിലോട്ടുള്ളവർക്കുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇവിടെയും ഇഷ്ടപ്പെട്ട വാഹനവും വീടും ഒക്കെ വാങ്ങുന്നതിന് നിങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. വീടും വാഹനങ്ങളും നിങ്ങൾ വാങ്ങി അത് വിൽക്കുന്നതിനും നല്ല കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതിനും നിങ്ങൾക്കൊരു യോഗമുണ്ട്. ആദരവുകളും അവാർഡുകളും ചിലർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വളരെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നെല്ലാം വലിയ രീതിയിൽ ആദായം ലഭിക്കാം. പേരക്കുട്ടികളുടെ ജനനം വളരെ സന്തോഷിക്കുന്ന ഒരു കാലവും കൂടിയാണ്. വയറിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ വരാം. ഇവിടെ ബന്ധുക്കളെ കൊണ്ട് സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. എന്നാൽ ചില അടുത്ത ബന്ധുക്കൾക്ക് വിയോഗം വരുന്നതിന് സാധ്യതയുണ്ട്. ചില അപവാദങ്ങൾ കേൾക്കുമെങ്കിലും അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങളെ ബാധിക്കാണ്ടങ്ങ് പോകും. ആയതിനാൽ അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. കൃഷിഭൂമി ലഭിക്കുന്നതിനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നു. തോട്ടം പോലുള്ളവ വാങ്ങാൻ യോഗം കാണുന്നു. ചില ബഹുമതികളും ആദരവുകളും നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ചില നേട്ടം ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജോപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ആദിത്യ ഗുരു യോഗം നടത്തുന്നതിനാൽ നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നിങ്ങളൊരു ചെറിയ കോഴ്സ് കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെറിയ കോഴ്സുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം കിട്ടുന്നു. അതുപോലെ തന്നെ വിദേശ ഭാഷയില് പ്രാവീണ്യം നേടുന്നതും വളരെയധികം ഗുണം കിട്ടുന്നതിനാണ്. അതിലേക്ക് വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക്, രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് വരുന്നതും നല്ലൊരു സമയമാണ്. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിപ്പിക്കുന്നതിനാൽ നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു കിട്ടുന്നതിലേക്ക് വേണ്ടി ബുദ്ധിപൂർവ്വം ആലോചിച്ച് അതിലേക്ക് വേണ്ടി നല്ല ചുവടുകൾ വയ്ക്കുന്നതിനും നല്ല സമയമാണ്. അതുപോലെ തന്നെ ചില വ്യക്തികളെ മാന്യന്മാരായ നല്ല നേതാക്കളാക്കി മാറ്റുന്ന ഒരു യോഗവും കൂടിയാണ്. അതുപോലെ ആൾക്കാരിൽ മികച്ച
ഒരു ധാർമ്മിക ബോധം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ വന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ആശയക്കുഴപ്പം വരുന്നതിന് ഒരു സാധ്യത ഭക്തജനങ്ങൾക്ക് കാണുന്നുണ്ട്. അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. അതുപോലെ ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ ജനിക്കുന്നതിന് സാധിക്കുന്നു. ആ ഒരു ഇത് സാധ്യതയുണ്ട്. അതായത് ഏത് ബന്ധത്തിലായിരുന്നാലും അതൊരു സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു രീതിയായിരിക്കും. അത് പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ വരുന്നതിന് സാധ്യതയുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ, യാതൊരു യുക്തിപൂർവ്വം ചിന്തിച്ചാൽ 1% പോലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചിലർ കാത്തിരിക്കുന്നതായിട്ടും കാണാം. ആത്മീയതയിൽ നിന്ന് ഭക്തജനങ്ങൾ അകന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആഡംബരത്തിന് വേണ്ടിയോ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ദേവാലയങ്ങൾ കൊള്ളയടിക്കപ്പെടാനോ നശിപ്പിക്കപ്പെടാനോ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പുണ്യപ്പെട്ട ഗ്രന്ഥങ്ങളിൽ, മതഗ്രന്ഥങ്ങൾ തെറ്റായുള്ള രീതിയിൽ ചില കപട ആചാര്യന്മാർ ദുർവ്യാഖ്യാനം നടത്തുന്നതിനാൽ ഭക്തജനങ്ങൾക്ക് ആശയക്കുഴപ്പം വരുന്നതിന് വളരെ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഭക്തജനങ്ങൾക്കൊരു നല്ല സമയമല്ല ഈ കർക്കിടക മാസം. നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.